ഇന്ന് 2026 മാർച്ച് 20. നമ്മൾ ഓരോരുത്തരും വലിയ സന്തോഷവാന്മാരാണല്ലേ. ഇന്ന് പെരുന്നാളായിരുന്നു. സുഭിക്ഷമായ ആഹാരം കഴിച്ചു, ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബന്ധുമിത്രാദികളോടൊപ്പം വലിയ സന്തോഷവാന്മാരാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആഘോഷവേളയിൽ മറന്നുപോയൊരു വ്യക്തിത്വം ഉണ്ടറിയുമെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണ് എൻ്റെ പ്രത്യേകത അറിയോ? ഇതുപോലൊരു മാർച്ച് 20 2017 സ്വന്തം ജീവിതത്തിൽ ഹെൽമറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ 500 രൂപ പെറ്റിക്കാശ് പോലും അടക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു നിഷ്കളങ്കനായ മതപണ്ഡിതൻ ആരാധനാലയത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് RSSന്റെ കാബാലികർ പള്ളിക്കകത്ത് കയറി നിഷ്ഠൂരമായ ആ മനുഷ്യനെ കഴുത്തറുത്ത് കൊന്ന ദിവസം കൂടിയാണിന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആഘോഷവേളകളിലൊക്കെ മറക്കാറുണ്ട്. എന്നല്ല, പലയിടങ്ങളിലും ആ പേര് പോലും പറയാൻ നമ്മൾ നിസ്സംഗത കാണിക്കുന്നുണ്ട്. അതെ, റിയാസ് മൗലവി കൊല്ലപ്പെട്ട ദിവസം കൂടിയാണ്. നമ്മളിൽ ഒരുവനായ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നു മാത്രമല്ല, നമ്മുടെ കേരളം മതേതരത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയൊക്കെ ഈറ്റിലും പൂറ്റിലുമായ കേരളം വലിയൊരു കലാപത്തിന് വഴിവെക്കേണ്ടിയിരുന്ന ഒരു ആരാധനാലയത്തിൽ കയറി ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും? എത്ര നൂറ്റാണ്ടുകൾ ചർച്ച നടക്കും? ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ചരിത്രപരമായ തിന്മയാണ്. എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അത് നടന്ന ഉടനെ തന്നെ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം അത് ശരിയല്ല എന്ന് ശക്തിയുക്തം അവർ പ്രസംഗിച്ചിട്ടുണ്ട്. ആ കാലയളവിലെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നും അത് എല്ലാ വലിയ വലിയ ഇവൻറ്റുകളിലും ചർച്ചയാണ്. സാഹിത്യകാരന്മാർ കൂടുന്ന, യുക്തിവാദികൾ കൂടുന്ന എല്ലാ പരിപാടികളിലും ജോസഫ് മാഷിൻ്റെ വിഷയം ചർച്ചയാണ്. ഒരു മനുഷ്യൻ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിട്ട് എത്ര പ്രോഗ്രാമുകളിൽ, ഇത്തരം പ്രോഗ്രാമിൽ കൈ പാതി പോയവൻ, അതൊരിക്കലും നമ്മൾ നിസ്സാരമായി കാണുകയില്ല. ആ മനുഷ്യൻ്റെ വിലാപം, ആ മനുഷ്യൻ്റെ കണ്ണീര്, ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ കഴുത്തുപോയ, സ്വന്തം ജീവൻ പോയ ഒരു മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തിനേറെ നമ്മളെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അതിലും രസമൊന്നുമില്ല. ഇന്നത്തെ ഒരു വാർത്ത, ഞാൻ ഖുത്തുബ പ്രസംഗത്തിനിടെ ഇമാം കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു ഇമാം കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നത്തെ വാർത്ത. ആ വാർത്തയുടെ അടിയിൽ മാത്യു എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഫസ്റ്റിലത്തെ കമൻറ്റ് ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. കള്ള പ്രൊഫൈലില്ല, കയറി നോക്കിയാൽ കാണാം. ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മനു, ഇതൊന്നും എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പം ഈ മാത്യുവിൻ്റെ അല്ല, ഈ മനു എന്ന് പറയുന്ന പ്രൊഫൈല്, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു തീവ്രവാദിക്ക് ചക്ക ഡാഷ് ഹൗറിയെ കിട്ടാൻ പോകുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എഴുതുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇതിവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തേക്കാക്കുന്ന ഒരു ജവാൻ കൊല്ലപ്പെട്ടാൽ, മരണപ്പെട്ടാൽ ഉടനെ അതിൻ്റെ അടിയിൽ വന്ന് ചിരിക്കുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്നത് അബ്ദുറഹ്മാൻ, മാലിക്, മുഹമ്മദ് എന്നൊക്കെ പേരായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് കൃത്യമായ ആ വിഷയത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന പരിശോധിച്ച് നോക്കുകയും ഒരിക്കലും അതൊരു മുസൽമാനാവില്ല. ഒരിക്കലും ഒരു മുസൽമാൻ എഴുതൂല അങ്ങനെ. ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ തിരിച്ച് ഇപ്പുറത്തും എഴുതൂല. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ നാടിനെ നാശമാക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ആ ഗവൺമെൻറ് സംവിധാനം ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ക്രിയാത്മകമായി ആ വിഷയത്തെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്വേഷിച്ചാൽ ആളെ കിട്ടും. പക്ഷെ അവർ സന്നദ്ധമാവില്ല എന്നാണ്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ അറിയില്ല. ഈ വെറുപ്പുൽപാദനം. ഇപ്പോൾ ഒരു മതപണ്ഡിതൻ ജീവിതത്തിൽ അയാളെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല ഒരാൾ, അയാൾ മരിച്ചു എന്ന് വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് തോന്നിവാസം എഴുതുകയാണ്. അത്രത്തോളം മനസ്സ് വിഷലിപ്തമായി പോയി. അവിടെ പറഞ്ഞ കാര്യമില്ല. അവരുടെയൊക്കെ അവസ്ഥ, ഇവൻ്റെയൊക്കെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. സത്യത്തിൽ മുസ്ലിമീങ്ങൾ ആക്ഷേപിക്കാറുണ്ട്, ഇപ്പോൾ പൊട്ടിത്തെറിക്കും. നീയൊക്കെ ഈ വൈരാഗ്യം കൊണ്ട് പൊട്ടിത്തെറിക്കൂലടാ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല ഒരു പള്ളിയിൽ കിടന്ന ഒരു മതപണ്ഡിതൻ. ഈ വൈരാഗ്യം മൂത്തിട്ടല്ലേ അയാൾ എന്ത് ചെയ്തിട്ടാണ്? വൈരാഗ്യം ഇങ്ങനെ മനസ്സിലിരുന്ന് മൂത്ത് 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 അത് പൊട്ടാറാകുമ്പോൾ ആരെങ്കിലും കരുത്ത കത്തി പോകും. അതുപോലെ തന്നെയായിരുന്നു മദ്രസയിൽ പോയ 9 വയസ്സുകാരനെ ഫഹദിനെയും അങ്ങനെ തന്നെയല്ലേ കൊന്നത്. എന്നിട്ട് നമ്മളൊക്കെ വലിയ വിശാല കാഴ്ചപ്പാടുള്ള ആളാണ്. കൊടിഞ്ഞി ഫൈസലിനെ 38 വെട്ടി നുറുക്കിയത് അങ്ങനെയായിരുന്നു. ഫൈസൽ എന്ത് ചെയ്തിട്ടാ? ഒരു മതത്തിൽ മറ്റൊരു ആശയത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ മനസ്സുള്ളവരാണെന്ന് പറഞ്ഞ ആളുകളാണ് ഒരു മതം മാറിയതിൽ ഒരു മനുഷ്യനെ കൊന്നത്. എന്നിട്ട് ജോസഫ് മാഷിൻ്റെ കയ്യിനെ കുറിച്ച് ഇവിടെ ചർച്ച. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ബഹുമാനപ്പെട്ട റിയാസ് മുസ്ലിയാരെ കുറിച്ച് മറ്റാരും പറയില്ല. നമ്മളെങ്കിലും ഒരു പ്രാർത്ഥന അറിയിച്ചെങ്കിലും ആ ഒരു ഓർമ്മപ്പെടുത്തലില്ല എങ്കിൽ എന്തവസ്ഥയാണ്? പടച്ചു നമ്മളെ കാക്കട്ടെ.